ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാൻ നമുക്കിപ്പോൾ പോകുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് മോഡ്യൂളായ പ്രൊജക്ഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൺ എൻഡ് ഓഫ് എ ലൈൻ. ഓക്കെ, അപ്പോൾ അതിനൊരു മിനിറ്റ്. ഓക്കെ, സോ one end of a line AB 12 mm above HP and 15 mm in front of AB. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിട്ടുക അവിടെ നിന്ന് ആദ്യം ചെയ്യുക ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക. ഓക്കെ, 1 and 12 mm above HP. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് 12 mm above HP എടുക്കുക, എ ഡാഷ് മാർക്ക് ചെയ്യുക. ആൻഡ് 15 mm in front of EP. അപ്പോൾ ഇവിടെ നിന്ന് 15 എടുത്തിട്ട് എന്ത് ചെയ്യുക, എ മാർക്ക് ചെയ്യുക. ഇതാണ് ലോക്കസ് ഓഫ് എ ഡാഷ്, ഇത് ലോക്കസ് ഓഫ് എ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതർ എൻഡ് ഓഫ് ദ ലൈൻ 50 mm above HP and 42 mm in front of. സോ അതർ എൻഡ് ആകുമ്പോൾ ഇവിടെ നിന്നിട്ട് 50 mm above HP, ഇവിടെ നിന്ന് 50 എടുത്ത് ലോക്കസ് എടുക്കുക, 50 ലോക്കസ് ഓഫ് ബി ഡാഷ്. ആൻഡ് 42 mm ഇവിടെ നിന്ന് 42 എടുക്കുക, എടുത്ത ശേഷം ഇവിടെ ലോക്കസ് എടുക്കുക, ലോക്കസ് ഓഫ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എലിവേഷൻ. ഓക്കെ, എലിവേഷൻ ഈ 70. എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ട് വ്യൂ ആണ്. അപ്പം കോമ്പസിൽ 70 എടുക്കുക, എ ഡാഷ് കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇതെന്താണ്, ബി ഡാഷ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ ഈസ് ഈക്വൽ ടു 70 mm തന്നിട്ടുണ്ട്. ഓക്കെ, ബി ഡാഷ്. സിമിലർലി അതിനെ നമ്മൾ എന്ത് ചെയ്യുക, 70 കിട്ടിയ അവിടെ നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോപ്പ് വ്യൂ കിട്ടും, ബി കിട്ടും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, തിക്കായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. ഇതാണ് നിങ്ങളുടെ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി എളുപ്പമല്ലേ. ഇനി അടുത്ത് എന്ത് ചെയ്യുക, എ ഡാഷിൽ കുത്തിയിട്ട് എ ഡാഷ് ബി ഡാഷ് റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അതിന് ലോക്കസ് ഓഫ് ബി ഡാഷ് എ ഡാഷ് ആർക്ക്, എ ഡാഷ് ടു ബി സ്ട്രൈറ്റ് ലൈൻ. ബി ടു കിട്ടും, അപ്പോൾ 2 ലും കിട്ടി. സിമിലർലി ലോക്കസ് ഓഫ് ബി ടു എ ഡാഷ് സ്ട്രൈറ്റ്, ബി ടു എ ആർക്ക്, എ ടു ബി ഡാഷ് സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ എന്തായാലും ബി വൺ ഡാഷ് കിട്ടും. ഇതാണ് ട്രൂ ലെങ്ത്. അപ്പോൾ നമുക്ക് രണ്ട് ട്രൂ ലെങ്ത് കിട്ടി. സോ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ലൈൻ. അപ്പോൾ എന്ത് ചെയ്യുക, തീറ്റ ആൻഡ് ഫൈ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് പി എഫ് എൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ എക്സ് ആക്സിസ് വരയ്ക്കുക. വരച്ച ശേഷം എന്ത് ചെയ്യുക, വൺ ആൻഡ് പി എഫ് ഐ ലൈൻ പിക്ക് 75 mm 10 mm എബോവ് എച്ച് പി, ഇവിടെ നിന്ന് 10 mm എബോവ് എച്ച് പി എടുക്കുക, എ ഡാഷ്. ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി, ഇവിടെ നിന്ന് 20 എടുത്തിട്ട് എ മാർക്ക് ചെയ്യുക. ഓ പി ഡാഷ് മാർക്ക് ചെയ്യുക, പി ഡാഷ് പി മാർക്ക് ചെയ്യുക, 20 mm ഇൻ ഫ്രണ്ട് ഓഫ്. ഇവിടെ വെച്ച് ലോക്കസ് അടിക്കുക, ലോക്കസ് ഓഫ് പി ഡാഷ്, ലോക്കസ് ഓഫ് പി. ഓക്കെ, ദ ലൈൻ ഈസ് ഇൻക്ലൈൻ 45 ഡിഗ്രി ടു എച്ച് പി. ഇവിടെ നിന്ന് ലൈൻ 45 ഡിഗ്രി ടു എച്ച് പി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി എടുത്ത് വരയ്ക്കുക. ആൻഡ് ആൾസോ ഇറ്റ് 75 mm ലോങ്. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുക, ദിസ് ക്യൂ വൺ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് ലൈൻ വരയ്ക്കുക, ലൈൻ വരയ്ക്കുക, ലോക്കസ് ഓഫ് ക്യൂ ഡാഷ് കിട്ടും. ഇത് 75 ആണ്, ട്രൂ ലെങ്ത് ആണ്. നെക്സ്റ്റ് അടുത്ത എന്താണ് പറഞ്ഞിട്ട് ദ പ്ലാൻ ഈസ് ഇൻക്ലൈൻ 35 ഡിഗ്രി. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പ് വ്യൂ ആണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. സോ ടോപ്പ് വ്യൂ 35 ഡിഗ്രി ടു. ആസ് പെർ ദ പ്രൊസീജിയർ എന്താണ്, ലോക്കസ് ഓഫ് ക്യൂ ഡാഷ് ടു പി സ്ട്രൈറ്റ് ലൈൻ, പി ടു ക്യൂ ആർക്ക്, എന്നിട്ട് ക്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോക്കസ് വരിക, ലോക്കസ് ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ദിസ് ഇസ് ടോപ്പ് വ്യൂ, തിക്കായിട്ട് വരയ്ക്കുക. ആൻഡ് ഫ്രണ്ട് വ്യൂ, ഇത് ട്രൂ ലെങ്ത് ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഈ ക്യൂ കിട്ടിയ അവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ക്യൂ ഡാഷ് കിട്ടും. ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പം ഫ്രണ്ട് വ്യൂ ആയി, ഫ്രണ്ട് വ്യൂ ഓർ എലിവേഷൻ കിട്ടി. ഓക്കെ, പിന്നെ അടുത്ത് എന്ത് ചെയ്യുക, പി ഡാഷ് സെൻറ്റർ വെക്കുക, പി ഡാഷ് ക്യൂ ഡാഷ് റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അതിന് നേരെ പി ക്യൂ ഡാഷ് ടു പി സ്ട്രൈറ്റ്, പി ഡാഷ് ടു ക്യൂ ആർക്ക്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ക്യൂ ടു കിട്ടും, ക്യൂ ടുവിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഇതാണ് നിങ്ങളുടെ ടൂ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് 5 ഇൻക്ലൈൻഡ് വിത്ത് എച്ച് പി, ഇൻക്ലൈൻഡ് വിത്ത് പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ 5 മെഷർ ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രണ്ട്. അപ്പോൾ ആദ്യം വീണ്ടും എക്സ് ആക്സിസ് വരയ്ക്കുക. ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ. എക്സ് ആക്സിസ് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ ഈസ് 50 ഡിഗ്രി ടു എക്സ് വൈ ലൈൻ. അതിന് മുമ്പ് നമുക്ക് എ ഈസ് 10 mm എബോവ് എച്ച് പി. അപ്പോൾ ഇവിടെ നിന്ന് 10 mm എബോവ് എച്ച് പി എടുത്ത് എ ഡാഷ് മാർക്ക് ചെയ്യുക. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എടുത്ത് എ മാർക്ക് ചെയ്യുക.
ഇതിനാണ് ലോക്കസ് ഓഫ് എ ഡാഷ് എന്നും ലോക്കസ് ഓഫ് എ എന്ന് പറയും. ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രണ്ട് ഓഫ് എ ലൈൻ ഈസ് എ ബി 50 ഡിഗ്രി ടു എച്ച് 55 mm ലോങ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് 55 mm 50 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 50 ഡിഗ്രി എടുക്കുക, 55 mm ലോങ്. അപ്പോൾ ഇവിടെ നിന്ന് എ ഡാഷിൽ ഒരു ലെങ്ത് എടുത്തിട്ട് 55 mm എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാം. എ ഡാഷ് ബി ഡാഷ് ഇവിടെ വെച്ച് ലോക്കസ് വിളിക്കുക ബി ഡാഷ്. അപ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യുക, its top view is 60 ഡിഗ്രി. ടോപ്പ് വ്യൂ 60 ഡിഗ്രി എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടോപ്പ് വ്യൂ പ്ലാൻ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി വരച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂ ആൾറെഡി ഉണ്ട്, അതിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, ടോപ്പ് വ്യൂ കിട്ടും ബി ഡാഷ്. അപ്പോൾ ഇതും തിക്കായിട്ട് വരും. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരെയാണെങ്കിൽ എന്ത് ചെയ്യും, സോ ദിസ് ഇസ് ലോക്കസ് ഓഫ് ബി. അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ ഡാഷ് ആർക്ക് വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. അത് എ ഡാഷിൽ കുത്തിയിട്ട് എ ഡാഷ് ബി ഡാഷ് റേഡിയസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ലോക്കസ് ബി ഡാഷ് എ ഡാഷ് ആർക്ക് എ ഡാഷ് ടു ബി സ്ട്രെയിറ്റ് ലൈൻ ആസ് പെർ ദ പ്രൊസീജിയർ. ഓക്കെ, B2 കിട്ടും. അപ്പോൾ ട്രൂ ലെങ്ത് കിട്ടും. സിമിലർലി ലോക്കസ് ബി എയിൽ കുത്തിയിട്ട് എ എസിൻ്റെ ബി റേഡിയസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, B1 ഡാഷ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ട്രൂ ലെങ്ത്, ഈ രണ്ട് ട്രൂ ലെങ്ത് ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് വരച്ചു. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, എൻ്റെ എ ഓഫ് എ ലൈൻ ഈസ് എൻഡ് ഓഫ് 20 mm എബോ എച്ച് പി 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. അപ്പോൾ എ ഡാഷ് 20 mm എബോ എച്ച് പി 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് ലോക്കസ് ഓഫ് എ ഡാഷും ലോക്കസ് ഓഫ് എയും വരച്ചു. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്, ലോക്കസ് ഓഫ് എ ഡാഷും എയും വരച്ചു. അടുത്ത എന്താണ്, ഇത് ലൈൻ ഈസ് എബോ എച്ച് പി 50 mm ബിഹൈൻഡ് വി പി. അതർ എൻഡ് ഓഫ് ദ ലൈൻ ഈസ്, അപ്പോൾ അതർ എൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൻ്റെ ഇപ്പുറത്ത് മുകളിലോട്ട് 50 mm എബോ എച്ച് പി എടുത്ത് ലോക്കസ് ഓഫ് ബി ഡാഷ് വരയ്ക്കാൻ പറ്റും. 50 mm എബോ എച്ച് പി എടുത്ത് ലോക്കസ് ഓഫ് ബി ഡാഷ് ആൻഡ് 15 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റ് ചെയ്തത് മുകളിലോട്ട് പോകും. അപ്പോൾ ഈ 20ക്ക് ഇടയിൽ വരും ഇത്. ലോക്കസ് ഓഫ് എന്ത് വരും, ലോക്കസ് ഓഫ് ബി. ഇനി അടുത്ത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ട്സ് 70 mm. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് എയും ബി ഡാഷ് ബി നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എത്ര, എക്സ് ആക്സിൽ എത്രയാണ്, 70 എടുക്കുക. 70 എടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വെച്ചൊരു 70 എടുത്ത ശേഷം ഇവിടെ വെച്ച ലൈൻ ഇങ്ങനെ വരയ്ക്കുക. സോ ബിയുടെ അവിടെ ബി എന്ന് മാർക്ക് ചെയ്യുക, ബി ഡാഷിൻ്റെ അവിടെ ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ എ ഡാഷും ബി ഡാഷും തിക്കായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ എയും ബി, ഇത് എ ആണ്, അപ്പോൾ എയും ബിയും തിക്കായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂ ടു ട്രൂ ലെങ്തിൻ്റെ പ്രൊസീജിയർ എന്നല്ല, അപ്പോൾ ബി ഡാഷ് ടു എ ഡാഷ് ആർക്ക്. എയിൽ കുത്തിയിട്ട് ബി ഡാഷ് എ ഡാഷ് ആർക്ക് വരയ്ക്കുക, എ ഡാഷ് ടു ബി സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ B2 കിട്ടും. ഇതിനെന്ത് ചെയ്യുക, ട്രൂ ലെങ്ത് വരെ ജോയിൻ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ട്രൂ ലെങ്ത്. സിമിലർലി ലോക്കസ് ഓഫ് എയിൽ കുത്തിയിട്ട് ലോക്കസ് ഓഫ് ബി ടു എ ആർക്ക്, എ ടു ബി ഡാഷ് സ്ട്രൈറ്റ്, ബി ഡാഷ് ഏറ്റവും മുകളിലാണ്, നേരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് B1 ഡാഷ് കിട്ടും. അതിനെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ആൾസോ ഫൈൻഡ് ഇറ്റ്സ് ട്രേസസ്. അപ്പോൾ ട്രേസസ് എങ്ങനെ കണ്ടുപിടിക്കുക, എ ഡാഷ് ബി ഡാഷും എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്, HT ഡാഷ്. എയും ബിയും എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്, ഇവിടെ ഇതാണ് VT എന്ന് പറയുന്നത്. അങ്ങനെ HT ഡാഷിന് നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. HT ഡാഷിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, HT കിട്ടും. അതായത് HT എ ബി VT ആർ ഒരേ ലൈൻ. അതേപോലെ VTനെ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലൈനിൽ കട്ട് ചെയ്യുന്നതാണ് VT ഡാഷ്. അതായത് HT ഡാഷ് എ ഡാഷ് VT ഡാഷ് ബി ഡാഷ് ഒരേ ലൈനിലായിരിക്കും. ഇതാണ് ലൊക്കേറ്റ് ദി ട്രേസസിൻ്റെ ആൻസർ. എന്തായാലും ഡയമെൻഷൻസ് കൂടെ മാർക്ക് ചെയ്താലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യം ഒരു എക്സ് ആക്സിസ് വരയ്ക്കുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ, എ ഈസ് 20 mm എബോ എച്ച് പി 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. അതായത് എ ഡാഷ് മാർക്ക് ചെയ്യുക, 20 mm എബോ എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ഇവിടെ ലോക്കസ് ഓഫ് എ ഡാഷ് മാർക്ക് ചെയ്യുക, ഇത് ലോക്കസ് ഓഫ് എ മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് എൻ്റെ എ ഈസ്, ഓക്കെ, ഇത് എൻ്റെ ബി ഈസ് 45 mm എബോ എച്ച് പി. അപ്പോൾ ഇവിടെ എൻ്റെ ബി ഇവിടെ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് എത്ര എടുക്കുക, 45 എടുക്കുക. എൻ്റെ ബി ഈസ് 45 mm എബോ എച്ച് പി. അപ്പോൾ ഇതാണ് ലോക്കസ് ഓഫ് ബി ഡാഷ് ആൻഡ് എബോ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ഈസ്, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് 75. അപ്പോൾ എ ഡാഷ് വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 75.
എന്താണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ 75, ബി ഡാഷ് എ ഡാഷ് ബി ഡാഷ് കിട്ടി. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ ഈ 60 mm. എൻ്റെ പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ 60 mm. ഓക്കെ, സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടേഴ്സ്. സോ അതിന് നേരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, അപ്പം എൻ്റെ പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ ബി ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി, സോറി ഇത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വൺസ് മോർ അത് എക്സ് ആക്സിസ് വരയ്ക്കുക. എക്സ് ആക്സിസ് വരച്ച ശേഷം എന്ത് ചെയ്യുക, എൻ്റെ എ ഈസ് 20 mm എബോവ് എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി വരയ്ക്കുക. ലോക്കസ് ഓഫ് എ ഡാഷ് ലോക്കസ് ഓഫ് എ മാർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എൻ്റെ ബി ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണ്, ഇങ്ങനെ താഴോട്ടാണ്. ഓക്കെ, 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടർ 60 mm. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെയാണ് 60 mm വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ട്രൂ ലെങ്ത് തന്നെ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 75. അപ്പോൾ എ ഡാഷ് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യാം, ബി ഡാഷ് എ ഡാഷ് ബി ഡാഷ് ഇവിടെ 75. അപ്പോൾ ഇവിടെ വെച്ച് ലോക്കസ് വരയ്ക്കുക, ലോക്കസ് ഓഫ് ബി ഡാഷ്, ലോക്കസ് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ ആയി ഫ്രണ്ട് വ്യൂ. ഇനി എന്ത് ചെയ്യുക, ലോക്കസ് ബി ഡാഷ് എ സ്ട്രൈറ്റ് എ ടു ബി ആർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. സിമിലർ ലോക്കസ് ബി ടു എ ആർക്ക് എ ടു ബി ഡാഷ് സ്ട്രൈറ്റ്, അപ്പോൾ എന്ത് കിട്ടും, ബി വൺ ഡാഷ്, അത് എന്ത് കിട്ടും, ട്രൂ ലെങ്ത് കിട്ടും. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ട്രൂ ഇൻക്ലിനേഷൻ തീറ്റയും ഫൈ ചെയ്താൽ ഇവിടെ നിന്ന് കിട്ടും, തീറ്റ ആൻഡ് ഫൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ആക്സിസ് വരയ്ക്കുക. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എന്താണ്, എൻ്റെ പി ഇൻ വി പി. അപ്പോൾ ഇവിടെ പി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ലോക്കസ് ഓഫ് പി ആൻഡ് 15 mm എബോവ് എച്ച് പി. അപ്പോൾ എന്നിട്ട് ബി ഡാഷ് ഇട്ട്, ലോക്കസ് ഓഫ് പി ഡാഷ് ഇട്ട്. ആൻഡ് ക്യൂ ഇസ് 30 mm എബോവ് എച്ച് പി. ഇവിടെ നിന്ന് 30 mm അടുത്ത് ലോക്കസ് ഓഫ് ക്യൂ വരയ്ക്കുക. 30 mm എബോവ് എച്ച് പി, ഇത്രയും ഡിസ്റ്റൻസ്. അടുത്ത എന്ത് ചെയ്യുക, ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ഇൻ ഫസ്റ്റ് ക്വാർട്ടർ. ദ ടോപ്പ് വ്യൂ ഓഫ് ദ ലെങ്ത് 70 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് 45 ഡിഗ്രിയിൽ 70 mm എടുത്ത് കട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് ക്യൂ കിട്ടും. ഇവിടെ വെച്ച് ലോക്കസ് വരിക, ലോക്കസ് ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടും, ക്യൂ ഡാഷ് കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ട് ലെങ്ത് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ഫ്രണ്ട് വ്യൂ. പ്രൊസീജിയർ എന്താണ്, ലോക്കസ് ഓഫ് ക്യൂ ഡാഷ് ടു പി ഡാഷ് ആർക്ക്, പി ഡാഷ് ടു ക്യൂ സ്ട്രൈറ്റ് ലൈൻ. നമുക്ക് എന്തായാലും Q2 കിട്ടും. അതുപോലെ ലോക്കസ് ഓഫ് Q2, ലോക്കസ് ഓഫ് Q2 P ആർക്ക്, P to Q ഡാഷ്, P to Q ഡാഷ് സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ Q1 ഡാഷ് കിട്ടും. ട്രൂ ലെങ്ത് ആയിട്ട് വരും. അപ്പോൾ ഈ രണ്ട് ട്രൂ ലെങ്ത് ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ മതി. ട്രേസ് എങ്ങനെ ആയിരിക്കും, ലോക്കസ് ഓഫ് ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ലോക്കസ് ഓഫ് പി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് ടി ഡാഷ്, പി ഡാഷും ക്യൂ ഡാഷ് എക്സ് ആക്സ് കട്ട് ചെയ്യുന്ന പോയിന്റ് എച്ച് ടി ഡാഷ്. ഇവിടെ തന്നെയാണ് വി ടി എന്ന് പറയുന്നത്. പിയും ക്യൂവും എക്സ് ആക്സ് കട്ട് ചെയ്യുന്ന പോയിന്റ് വി ടി. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ തന്നെ എന്താണ്, വി ടി ബിക്കംസ് എന്തായിട്ട് മാറും, വി ടി ഡാഷ് ആയിട്ട് മാറും. എച്ച് ടി ഡാഷ് ബിക്കംസ് എന്തായിട്ട് മാറും, എച്ച് ടി ആയിട്ട് മാറും. ഇത് ഇവിടെ വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക. എന്ത് ചെയ്യുക, ആർ ഇസ് ഹാവിങ് 90 mm ലെങ്ത്, ട്രൂ ലെങ്ത് തന്നിട്ട് ഇറ്റ് ഈസ് ദ ആർ ഈസ് 10 mm എബോവ് എച്ച് പി. എന്താണ് ആർ ഡാഷ് 10 mm എബോവ് എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ആർ ലോക്കസ് ഓഫ് ആർ ഡാഷ് ആൻഡ് ലോക്കസ് ഓഫ് ആർ. അടുത്ത് എന്ത് ചെയ്യുക, എസ് ഈസ് ഇൻ സെക്കൻഡ് ക്വാർട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പം സെക്കൻഡ് ക്വാർട്ടറിനാകുമ്പോൾ രണ്ടും പോസിറ്റീവാണ്. അതായത് ഇറ്റ് ഈസ് എബോവ് എച്ച് പി, എബോവിൽ 30 ഡിഗ്രി ടു എച്ച് പി ഉണ്ട്. സെക്കൻഡ് ആകുമ്പോൾ ബിഹൈൻഡ് ആണ്, ബിഹൈൻഡ് റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. സോ ഇറ്റ് ഈസ് 45 ഡിഗ്രി എച്ച് പി. ഇവിടെ 45 ഡിഗ്രി. ട്രൂ ലെങ്ത് 90 ആണ്. അപ്പോൾ 90 എടുത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. സോ എന്നിട്ട് ആർ എസ് ഡാഷ് എസ് വൺ ഡാഷ്, ഇവിടെ നിന്നാണ് S2 ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ലോക്കസ് വരയ്ക്കുന്നതാണ്, ലോക്കസ് ഓഫ് എസ് ഡാഷ്, ലോക്കസ് ഓഫ് എസ്.
ട്രൂ ലെങ്ത് അറിയാം, ലോക്കസ് ഓഫ് എസ് ഡാഷ് ടു ആർ സ്ട്രൈറ്റ് ലൈൻ. ലോക്കസ് ഓഫ് ട്രൂ ലെങ്ത് ലോക്കസ് ആദ്യം ഇതെടുക്കാം. ലോക്കസ് ഓഫ് എസ് ടു ആർ ഡാഷ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഓക്കെ, ആർ ഡാഷ് ടു എസ് ഡാഷ് ആർക്ക്. ഇപ്പോൾ ലോക്കസ് ബി ഡാഷ് ടു എ സ്ട്രൈറ്റ് ലൈൻ. ലോക്കസ് ഓഫ് this one is R. This one is R. This logo is dash to R straight line. R to S arc. So you'll get S. So ഇത് തിക്കായിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. Similar logos of S dash to R straight line. R to S arc. S dash into ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ലെങ്ത് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ എ ബി 60 mm, എ 30 mm എബോ എച്ച് പി എടുക്കുക, എ ഡാഷ് and 25 mm in front of VP എടുക്കുക A. Then locus of A dash, this locus of A. Then എന്ത് ചെയ്യുക, ഈ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ഹാവ് എ ലെങ്ത് ഓഫ് 40 and 50. ടോപ്പ് വ്യൂ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ മാർക്ക് ചെയ്യും 40 and 50. ഇവിടെ 40 മാർക്ക് ചെയ്യുക, ഇവിടെ 55 മാർക്ക് ചെയ്യുക. ഫ്രണ്ട് വ്യൂ 55 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 40 നേരെ മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഫ്രണ്ട് വ്യൂ 60 ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 60 എടുത്ത് കട്ട് ചെയ്യുക, ട്രൂ ലെങ്ത്. അപ്പോൾ എന്നിട്ട് B1 ഡാഷ്, ഇവിടെയും 60 എടുത്ത് കട്ട് ചെയ്യുക, എന്താണ് B2. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ലോക്കസ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി, ഇവിടെ വെച്ചാൽ ലോക്കസ് അല്ലെങ്കിൽ ലോക്കസ് ഓഫ് ബി ഡാഷ്. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്ത് വയ്ക്കുക. then ഇവിടെ വെച്ച് എയിൽ സെൻറ്റർ B1 ഡാഷ് എന്തായാലും B1 ആയിട്ട് മാറും, B2 എന്തായിട്ടും B2 ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാൻ വന്നിട്ടും ബി കിട്ടും ടോപ്പ് വ്യൂ. സിമിലർലി ഇതിനെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കിട്ടും. ഇങ്ങനെ എ ഡാഷിൽ സെൻറ്റർ വെച്ചിട്ട് B2 ഡാഷ് റേഡിയസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. ഓക്കെ, ട്രേസസ് എന്ന് പറഞ്ഞാൽ ട്രേസസിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എ ഡാഷ് ബി ഡാഷ് എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോലെ എച്ച് ടി ഡാഷ്, എ ബി എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോലെ വി ടി. എച്ച് ഡി ഡാഷ് എന്തായിട്ട് മാറും, എച്ച് ടി ആയിട്ട് മാറും. വി ടി എന്തായിട്ട് മാറും, വി ടി ഡാഷ് ആയിട്ട് മാറും. വൺ മോർ ക്വസ്റ്റ്യൻ. എന്താണ്, അത് എക്സ് ആക്സിസ് വരച്ചു, എ ഈസ് 10 mm above എച്ച് പി എ ഡാഷ് ആൻഡ് 20 mm in front of എ പി. എ വരച്ചു 10 20. ലോക്കസ് ഓഫ് എ ഡാഷ് വരച്ചു, ലോക്കസ് ഓഫ് എ വരച്ചു. ഫ്രണ്ട് വ്യൂ 50 ഡിഗ്രി ആൻഡ് 55 ഡിഗ്രി. അത് ആൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. 50 ഡിഗ്രി ടു ആൻഡ് 55 ഡിഗ്രി എടുത്ത് കട്ടെ, 50 ഡിഗ്രി ആൻഡ് 55. അപ്പോൾ ഇതാണ് ബി ഡാഷ്. പക്ഷേ ലോക്കസ് വരയ്ക്കുക, ബി ഡാഷ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. അടുത്ത് എന്ത് ചെയ്യുക, ടോപ്പ് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 60 ഡിഗ്രി എടുത്ത് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. ഇതിന് നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ബി കിട്ടും. ഇവിടെ വെച്ച് ലോക്കസ് വരയ്ക്കുക, ലോക്കസ് ഓഫ് ബി. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ അറിയാം, ലോക്കസ് ബി ഡാഷ് എ ഡാഷ് ആർക്ക് എ ഡാഷ് ബി സ്ട്രൈറ്റ്. അപ്പോൾ എന്ത് കിട്ടും, ബി ടു കിട്ടും. സിമിലർ ലോക്കസ് ബി ടു എ ആർക്ക് എ ടു ബി ഡാഷ് സ്ട്രൈറ്റ്, അപ്പോൾ ബി വൺ ഡാഷ് അതും ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും ട്രൂ ലെങ്ത്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എൻഡ്.